Friends, welcome to the next class. ഇന്ന് നമ്മൾ PSC മിക്കവാറും എല്ലാ ടെസ്റ്റുകളിലും ചോദിക്കുന്ന സിൻസ് ഫോർ ഈ രണ്ട് വാക്കുകൾ ഇതിൻ്റെ യൂസേജ് പ്രയോഗം എങ്ങനെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സിൻസും ഫോറും അത് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാറുണ്ട്, എങ്കിലും മിക്കവാറും PSC ചോദിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇത് സാധാരണ ചോദിക്കാറുള്ളത്. ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സിൻസ് എന്ന് പറയുമ്പോൾ പോയിൻ്റ് ഓഫ് ടൈമാണ്. സിൻസ് ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്, കൃത്യസമയത്തെ കാണിക്കുന്നു എന്ന് മീനിങ്. പോയിൻ്റ് ഓഫ് ടൈമിന് കൃത്യമായ സമയം. അപ്പോൾ നമ്മുടെ ബ്ലാങ്കിന് ശേഷം അല്ലെങ്കിൽ ഡാഷിന് ശേഷം കാണിക്കുന്നത് കൃത്യമായ ഒരു സമയമാണ് എങ്കിൽ, പോയിൻ്റ് ഓഫ് ടൈം ആണെങ്കിൽ നമുക്കിവിടെ സിൻസ് ഉപയോഗിക്കാം. മറിച്ച് പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ, സമയദൈർഘ്യം ആണെങ്കിൽ, പീരീഡ് ഓഫ് ടൈം സമയദൈർഘ്യമാണെങ്കിൽ നമ്മൾ സിൻസ് അല്ല ചേർക്കേണ്ടത്, ഫോർ എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളിൽ സിൻസിൻ്റെ മലയാളം നമുക്ക് മുതൽ എന്ന് പറയാം. 2 മണി മുതൽ, 5 മണി മുതൽ, തിങ്കളാഴ്ച മുതൽ, മാർച്ച് മാസം മുതൽ, 2010 മുതൽ എന്നൊക്കെ അർത്ഥം വരുന്നുവെങ്കിൽ എന്ത് ചേർത്താൽ മതി? സിൻസ് ചേർത്താൽ മതി. മറിച്ച് ഈ 2 മണിക്കൂർ എന്നുള്ളത്, 2 മണി എന്നുള്ളത് 2 മണിക്കൂർ അല്ലെങ്കിൽ 5 ദിവസം, 7 മാസങ്ങൾ, 15 വർഷങ്ങൾ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ, അതായത് അതിൻ്റെ എണ്ണം ആണ്, പേരല്ല മറിച്ച് എണ്ണം ആണ് പറയുന്നതെങ്കിൽ എന്താ ചേർക്കേണ്ടത്? ഫോറാണ് ചേർക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യം മനസ്സിലുണ്ടാവണം. നമുക്കതിലെ ആദ്യത്തെ ഒരു സെൻറ്റൻസിലേക്ക് പോകാം. ഷീ ഹാസ് ബീൻ വാഷിംഗ് ക്ലോത്ത്സ് ഡാഷ് 2 o'clock. ഷീ ഹാസ് ബീൻ വാഷിംഗ് ക്ലോത്ത്സ് ഏത് ടെൻസാണെന്ന് മനസ്സിലായല്ലോ? ഷീ ഹാസ് ബീൻ വാഷിംഗ് ക്ലോത്ത്സ്. ഹാസ് ബീൻ വെർബ് ING അല്ലെങ്കിൽ ഹാവ് ബീൻ വെർബ് ING എന്ന് വരുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സെൻറ്റൻസിലേക്ക് തിരിച്ച് വീണ്ടും വരിക. ഷീ ഹാസ് ബീൻ വാഷിംഗ് ക്ലോത്ത്സ് ഡാഷ് 2 o'clock. അപ്പോൾ നമുക്കുണ്ടോ ഈ 2 o'clock എന്നുള്ളത് ഒരു പേരാണോ അതോ അതിൻ്റെ എണ്ണമാണോ എന്ന് നോക്കുക. 2 o'clock എന്ന് പറയുമ്പോൾ 2 മണിയല്ലേ? അപ്പോൾ 2 മണി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പേരാണല്ലോ, അല്ലേ? സംശയമുണ്ടോ? ഒരു പ്രത്യേക 60 മിനിറ്റിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് 2 മണി എന്നുള്ളത്, അല്ലേ? അടുത്ത 60 മിനിറ്റിന് 3 മണിയെന്നും അതിൻ്റെ അടുത്ത 60 മിനിറ്റിന് നമ്മൾ 4 മണി എന്നിങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞു പോകുന്നു. അപ്പോൾ 2 മണി, 8 മണി, 10 മണി എന്നൊക്കെ പറഞ്ഞാൽ എന്തെന്നാ? ഉറപ്പാണല്ലോ, അല്ലേ? പേരല്ലേ? പേരാണ്. അപ്പോൾ പേരാണ് അവിടെ വന്നിരിക്കുക. 2 o'clock എന്നല്ലേ വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരും നോക്കിയേ. സിൻസ് ആണോ ഫോർ ആണോ എന്നുള്ളത് നോക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 2 o'clock എന്നുള്ളത് പോയിൻ്റ് ഓഫ് ടൈം ആണോ അതോ പീരീഡ് ഓഫ് ടൈം ആണോ നോക്കുക. പീരീഡ് ഓഫ് ടൈം മീനിങ് സമയ ദൈർഘ്യം, അതിൻ്റെ എണ്ണം പറയണം. നമ്മൾ 2 മണിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 2 മണിക്കൂറെന്നോ 8 മണിക്കൂറെന്നോ പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ 2 o'clock എന്നുള്ളത് എന്താണ്? പോയിൻ്റ് ഓഫ് ടൈമാണ്, കൃത്യസമയമാണ്. അവിടെ ഏതാ ചേരുക? സിൻസ് ആണ് ചേരുക. മനസ്സിലായല്ലോ? ഇനി അതിൻ്റെ സിൻസ് ചേർത്ത സെൻറ്റൻസ് ഒന്ന് നോക്കിക്കേ. ഷീ ഹാസ് ബീൻ വാഷിംഗ് ക്ലോത്ത്സ് സിൻസ് 2 o'clock. ഫോളോ മീ. ഷീ ഹാസ് ബീൻ വാഷിംഗ് ക്ലോത്ത്സ് സിൻസ് 2 o'clock. എന്താ മലയാളം? 2 മണി മുതൽ അവൾ, ക്ലോത്ത്സ് മീനിങ് വസ്ത്രങ്ങൾ, 2 മണി മുതൽ അവൾ വസ്ത്രങ്ങൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി തുടങ്ങി. ആൻ ആക്ഷൻ ബിഗാൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, നമ്മൾ പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ, ദാറ്റ് പെർട്ടിക്കുലർ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ. ആ പ്രത്യേക പ്രവൃത്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന സമയത്തും പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിൽ അതെപ്പോഴേ തീരുകയുള്ളൂ? ഫ്യൂച്ചറിലല്ലേ തീരുകയുള്ളൂ? നമ്മൾ പറയുന്ന സമയത്തിന് ശേഷം 1 സെക്കൻഡ് ആയാലും മതി, അപ്പോൾ അത് ഫ്യൂച്ചർ ആയിക്കോളൂ, ഓട്ടോമാറ്റിക്കായിട്ട് ഫ്യൂച്ചർ ആയിക്കോളും. മനസ്സിലായല്ലോ? അവിടെ സെൻസ് ചേർക്കേണ്ട കാര്യം മനസ്സിലായല്ലോ? ഷീ ഹാസ് ബീൻ വാഷിംഗ് ക്ലോത്ത്സ് ഡാഷ് 2 o'clock എന്നാണ് പറഞ്ഞിരിക്കുക. 2 മണി എന്നുള്ളത് എന്തെന്നാണ്? ഒരു പേരാണ്, പ്രത്യേക 60 മിനിറ്റിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അതുകൊണ്ട് അവിടെ അത് പോയിൻ്റ് ഓഫ് ടൈമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് അവിടെ എന്ത് ചേർക്കുന്നു? സിൻസ് ചേർക്കുന്നു. ആൻസർ ഷീ ഹാസ് ബീൻ വാഷിംഗ് ക്ലോത്ത്സ് സിൻസ് 2 o'clock. മനസ്സിലായല്ലോ? ഇനി സെയിം സെൻറ്റൻസ് തന്നെ നമുക്കൊന്ന് എടുത്ത് നോക്കാമല്ലോ. ഏകദേശം സെയിം സെൻറ്റൻസ് തന്നെ എടുത്ത് നോക്കാം. ഷീ ഹാസ് ബീൻ വാഷിംഗ് ക്ലോത്ത്സ് ഡാഷ് 2 hours. ലാസ്റ്റ് മാത്രമേ വ്യത്യാസമുള്ളേ. 2 o'clock എന്നുള്ള നമ്മൾ എന്താക്കി? 2 hours എന്നാക്കി. അപ്പോൾ അവിടെ നമ്മൾ പേരാണോ പറഞ്ഞത് അതോ അതിൻ്റെ എണ്ണമാണോ പറഞ്ഞത്? 2 മണിക്കൂർ എന്നല്ലേ പറഞ്ഞത്? 2 hours എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ 2 hours, 3 hours, 5 hours എന്നൊക്കെ പറഞ്ഞാൽ പേരല്ല, പിന്നെന്തുവാ?
പോയിന്റ് ഓഫ് ടൈം അല്ല, പിന്നെന്തുവാണ്, പീരീഡ് ഓഫ് ടൈം ആണ് അല്ലേ, സമയദൈർഘ്യമാണ് പറഞ്ഞിരിക്കുക. അതിനാണ് നമ്മൾ ഇംഗ്ലീഷ് എന്ത് പറയുക, പീരീഡ് ഓഫ് ടൈം എന്ന് പറയുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിയല്ലോ ആൻസർ. എന്ത് കിട്ടി? ആൻസറിലേക്ക് വരിക. ആൻസർ ഇപ്പോൾ മനസ്സിൽ കിട്ടി കാണില്ലേ? ഷീ ഹാസ് ബീൻ വാഷിംഗ് ക്ലോത്ത്സ് ഫോർ 2 hours അല്ലേ. ഫോർ ഇവിടെ മലയാളം എന്ത് വരും? ആയി അല്ലെങ്കിൽ ആയിട്ട് എന്ന് വരാം. അത് ചേർത്തൊന്ന് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. 2 മണിക്കൂറായിട്ട് അവൾ വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെൻറ്റൻസ് കേൾക്കുന്നവർക്ക് എന്തറിയാം? ദാറ്റ് പർട്ടിക്കുലർ ആക്ഷൻ ബിഗാൻ ഇൻ ദ പാസ്റ്റ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, അത് ഭാവിയിലേ തീരുകയുള്ളൂ, ഇതുവരെ തീർന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നില്ലേ? ഇതാണ് സിൻസും ഫോറിൻ്റെയും അതിൻ്റെ ABCD എന്ന് തന്നെ പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ ബ്ലാങ്കിന് ശേഷം അല്ലെങ്കിൽ ആ ഡാഷിന് ശേഷം കൊടുത്തിരിക്കുന്നത് എന്താണോ നോക്കുക, പേരാണോ അല്ലെങ്കിൽ എണ്ണമാണോ നോക്കുക. ഇവിടെ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ പേരാ കൊടുത്തിരിക്കുക. കാരണം എന്താണ്? 2 o'clock എന്നാണ് പറഞ്ഞിരിക്കുക അല്ലേ, 2 o'clock എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ 2 മണി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെന്താ പറയുക, അത് പേരാണല്ലോ. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാലോ, തിങ്കളാഴ്ച എന്ന് നമ്മൾ പറയല്ലേ, ചൊവ്വാഴ്ച എന്ന് പറയുന്നു. അത് പീരീഡ് ഓഫ് ടൈമാണോ പോയിന്റ് ഓഫ് ടൈമാണോ? തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഒരു പേരല്ലേ, ഒരു പ്രത്യേക 24 മണിക്കൂറിന് നമ്മളിട്ടിരിക്കുന്ന പേരാണ് തിങ്കളാഴ്ച എന്നുള്ളത് അല്ലേ. അടുത്ത 24 മണിക്കൂർ ചൊവ്വാഴ്ചയെന്നും അതിൻ്റെ അടുത്ത 24 മണിക്കൂറിന് അടുത്ത ബുധനാഴ്ച, വ്യാഴാഴ്ച ഇങ്ങനെ പോകുന്നു. അപ്പോൾ പേരാണല്ലോ. അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാലും അതെന്ത് തന്നെയാണ്? പോയിന്റ് ഓഫ് ടൈമാണ്. സിൻസ് വരണം തിങ്കളാഴ്ച മുതൽ എന്നുള്ളത്. മനസ്സിലായല്ലോ? പിന്നെ മാസത്തിൻ്റെ നോക്കുക. മാർച്ച് മാസം എന്ന് പറയുമ്പോഴത്തേക്ക് പേരല്ലേ, ഒരു പ്രത്യേക 30 ദിവസത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് മാർച്ച്. ആ മാസത്തിലെ 28ഉം 31ഉം എന്നൊക്കെ നമുക്ക് വിട്ടേക്കുക. ഒരു പ്രത്യേക 30 ദിവസത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ജനുവരി. ഒരു പ്രത്യേക വീണ്ടും 30 തന്നെ ഞാൻ പറയുക, അത് കൊടുത്തിരിക്കുന്ന പേരാണ് ഫെബ്രുവരി. അത് 28 ഉള്ളെങ്കിൽ നമുക്കങ്ങനെ പറയാം. അപ്പോൾ അടുത്ത 30 ദിവസത്തിന് കൊടുത്തിരിക്കുന്നതാണ് അങ്ങനെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ മാസങ്ങളുടെ പേര് പറഞ്ഞാൽ എന്താ വരേണ്ടത്? സിൻസ് തന്നെ വരണം. മാർച്ച് മുതൽ, ജനുവരി മുതൽ, ഫെബ്രുവരി മുതൽ. മറിച്ച് 5 മാസങ്ങൾ, 8 മാസം അല്ലെങ്കിൽ 8 months, 10 months, 5 months എന്നാണ് വരുന്നതെങ്കിൽ അത് പോയിന്റ് ഓഫ് ടൈം അല്ല, പീരീഡ് ഓഫ് ടൈമാണ്. 4 വയ്ക്കുക. മനസ്സിലായല്ലോ? നമുക്ക് അടുത്തൊരു സെൻറ്റൻസിലേക്ക് പോകാം. They have been working in America. They have been working in America dash 2010. 2010. അപ്പോൾ സെൻറ്റൻസ് എന്തുവാ? They have been working. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെയാണ്. They have been working. അവരെന്ത് ചെയ്യുന്നു? ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻ അമേരിക്ക, അവർ അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താ പറയുക? ഡാഷ് 2010 അല്ലേ. അത് പേരാണോ അതോ എണ്ണമാണോ? 2010 എന്ന് പറയുമ്പോൾ പേരല്ലേ. ഒരു പ്രത്യേക 365 ദിവസത്തിന് അല്ലെങ്കിൽ 365 ദിവസത്തിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് 2010. അടുത്ത 365 ദിവസത്തിന് നമ്മൾ എന്തിട്ടിരിക്കുന്നു? 2011. അങ്ങനെ അടുത്ത ഓരോ ഇത്രയും ദിവസങ്ങൾ കൂടുമ്പോൾ അങ്ങനെ പോകുന്നു. നമ്മൾ മാസത്തിൻ്റെ ദിവസങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് വരാൻ കഴിയില്ലേ? എന്തായിരിക്കും ആൻസർ? ദേ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ അമേരിക്ക. 2010 അല്ലേ പറഞ്ഞിരിക്കുക. 2010 ആകുമ്പോൾ എന്തെന്നാ? പോയിന്റ് ഓഫ് ടൈം അല്ലേ, പേരല്ലേ പറഞ്ഞിരിക്കുക, വർഷങ്ങളുടെ എണ്ണമല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? സിൻസ്. ആൻസറിലേക്ക് വരാം. ദേ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ അമേരിക്ക സിൻസ് 2010. മനസ്സിലായല്ലോ? അതിൻ്റെ മലയാളം എങ്ങനെ വരും? 2010 മുതൽ അവർ അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും അവർ അമേരിക്കയിലാണെന്നും ആ ജോലി ഇപ്പോഴും തുടരുന്നു എന്നും അർത്ഥം. മനസ്സിലായല്ലോ അല്ലേ? ആ സെയിം സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെ നോക്കാമല്ലോ. They have been working in America dash 10 years. They have been working in America dash 10 years. അവിടെ വർഷത്തിൻ്റെ പേരല്ല നമ്മൾ പറഞ്ഞിരിക്കുക, പിന്നെന്താ പറഞ്ഞിരിക്കുക? എണ്ണമല്ലേ പറഞ്ഞിരിക്കുക. ശരിയല്ലേ? നമ്മൾ നേരത്തെ 2010 പറഞ്ഞ പോലെ അങ്ങനെയല്ലല്ലോ, 10 years എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നാമം എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്? അതിൻ്റെ പേരല്ല പറഞ്ഞിരിക്കുക, പിന്നെന്താ പറഞ്ഞിരിക്കുക? എണ്ണമാണ് പറഞ്ഞിരിക്കുക അല്ലേ. സെൻറ്റൻസ് നമ്മൾ ശ്രദ്ധിക്കുക. ദേ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ അമേരിക്ക ഡാഷ് 10 years. അപ്പോൾ എന്താ ചേർക്കേണ്ടത്? സിൻസ് വരില്ല. സിൻസ് ചേർത്താൽ എന്ത് വരും? 10 വർഷങ്ങൾ മുതൽ അവർ അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെന്തൊക്കെയോ മിസ്റ്റേക്ക് ഇല്ലേ? 10 വർഷങ്ങൾ മുതൽ അവർ അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് 4 ചേർത്താലോ? 10 വർഷങ്ങളായിട്ട് അവർ അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമായി കാണുമല്ലോ സിൻസും ഫോറും. അപ്പോൾ ഡാഷിന് ശേഷം അല്ലെങ്കിൽ ബ്ലാങ്കിന് ശേഷം തന്നിരിക്കുന്നത് പേരാണെങ്കിൽ, പേരിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു.
60 ഒരു മിനിറ്റിലെ ഒരു മണിക്കൂറിൻ്റെ ഒരു മണിയുടെ കാര്യം പറഞ്ഞു. 5 മണി എന്നുള്ളതാകാം, 10 മണി എന്നുള്ളതാകാം. ദിവസങ്ങളാണെങ്കിൽ തിങ്കളോ ചൊവ്വയോ ബുധനൊന്നാകാം. മാസങ്ങളാണെങ്കിൽ അതിൻ്റെ പേരാകാം. വർഷങ്ങളാണെങ്കിൽ അതിൻ്റെ പേരാകാം. ഇതിനൊക്കെ ശേഷം എന്ത് വരണം? അതൊക്കെ പോയിന്റ് ഓഫ് ടൈമാണ്. അതുകൊണ്ട് എന്ത് വരണം? സിൻസ് വരണം. മറിച്ച് ഇതിൻ്റെയൊക്കെ എണ്ണമാണ് വരുന്നതെങ്കിൽ 5 മണിക്കൂർ, 5 ദിവസങ്ങൾ, 5 മാസങ്ങൾ, 5 വർഷങ്ങൾ, 5 ഡെക്കേഡ്സ് ദശകങ്ങൾ എല്ലാം പേരാണോ എന്ന് മാത്രം നോക്കുക. എങ്കിൽ എന്ത് ചേർക്കുക? സിൻസ് ചേർക്കുക. മറിച്ച് എണ്ണമാണ് വരുന്നതെങ്കിൽ എന്ത് ചേർക്കണം? ഫോർ ചേർക്കുക. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലും പിന്നെ വരാറുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇതിൽ മാത്രമേ ഇപ്പോൾ ചേർത്തായിട്ട് പറയുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ?